മധുരം ചേമ്പ്. ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് മധുരം ചേമ്പ്. ഇന്ന് മിക്കവാറും വീടുകളിൽ, മിക്കവാറും അല്ല, ഒരു 1000 വീടുണ്ടെങ്കിൽ ഒരു വീട്ടിലാണ് മധുരം ചേമ്പ് കൃഷിയുള്ളൂ. ഇപ്പം നിങ്ങളൊക്കെ മധുരം കിഴങ്ങ് കഴിച്ചിട്ടുണ്ടാവും. മധുരം കിഴങ്ങ് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ചാക്ക് കണക്കിന് വന്നിട്ട് മാർക്കറ്റിൽ കിട്ടും, കിലോയ്ക്ക് 50 രൂപ. പക്ഷേ ഈ മധുരം ചേമ്പ് ഇന്ന് വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യം നമ്മൾ തന്നെ കൃഷി ചെയ്യണം, സ്വന്തമായിട്ട് കൃഷി ചെയ്താലേ കിട്ടുള്ളൂ. ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ ഇത് മിക്കവാറും വീടുകളുണ്ടായിരുന്നു. ഇതിൻ്റെ 100 എടുത്തിട്ടാണ് കുട്ടികൾക്കൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കാറ്. അപ്പം ഇത് ഇങ്ങനെ ഇടിച്ച് അതിൻ്റെ ചാറൊക്കെ പിഴിഞ്ഞെടുത്ത് അതൊക്കെ ഊറ്റിയെടുത്ത് ഇങ്ങനെ കുറച്ച് പ്രോസസ്സിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 100 കിട്ടും. അപ്പം ഞാൻ ഇതൊക്കെ പറിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ട്, കാരണം കുറേ ഇളകൾ തൈകൾ പുതിയതുണ്ടായിട്ടുണ്ട്. അതൊക്കെ മറ്റു സ്ഥലത്തേക്ക് ഒന്ന് പറിച്ച് നടണം. കണ്ടില്ലേ? ഇപ്പം ഞാൻ കുറച്ച് മണ്ണൊക്കെ മാറ്റി കളഞ്ഞിട്ട് കട തിരയാന്ന് പറയും. തിരഞ്ഞിട്ട് വളമിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം നല്ല മഴ കിട്ടാനും ഈ ചെടികളൊക്കെ ഇഷ്ടം പോലെ ഇള പൊട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അതൊക്കെ മാറ്റി വെച്ചിട്ടു. എന്നിട്ട് മണ്ണൊക്കെ മാറ്റിയിട്ട് കുറച്ച് ചാണകം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ചാണകം വേണമെന്നില്ല, ഏതെങ്കിലും വളങ്ങൾ. കണ്ടില്ലേ? ഇഷ്ടം പോലെ പുഴുക്കളാണ്. ചാണകപ്പുഴു, ഈ വെള്ള സാധനം കണ്ടോ? ചാണകപ്പുഴു കണ്ടില്ലേ? ചാണകം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടി മണ്ണിട്ട് മൂടാം. അപ്പോൾ നമ്മളുടെ പണി കഴിയും. ഇനി അതിന് ശേഷം നല്ല വേനൽക്കാലത്ത് ഈ ചെടിയൊക്കെ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിതിൻ്റെ കിഴങ്ങ് പറിച്ചെടുക്കും. അപ്പോൾ നല്ല മധുരമുണ്ട്,
ഇത് കറി വെച്ച് തിന്നാം, പലഹാരങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെ പല ഗുണങ്ങളുണ്ട്.